ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയതിനു ശേഷം നടി അനുമോൾ ആകെ ബിസിയാണ്. ആരാധകരുടെ സ്നേഹ പെരുമഴ തീരുന്നില്ല. സമ്മാനങ്ങളുമൊക്കെയായി ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോദനങ്ങളും മറ്റു ആഘോഷങ്ങളുമൊക്കെയായി തിരക്കിലൂടെയാണ് നടി. ഇതിനിടയിലും വീട് തേടിയെത്തുന്ന ബ്ലോഗേഴ്സിനെ അവഗണിക്കുന്നില്ല. എല്ലാവർക്കും നിന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നൽകിയ വീഡിയോയിൽ വിവാഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും എല്ലാം അനുമോൾ സംസാരിക്കുന്നു. വിജയ കിരീടവുമായി പുറത്തേക്കെത്തിയത് മുതൽ അനുമോൾ വീണ്ടും സജീവമാണ്. ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായി നല്ല തിരക്കുകളാണ്. തൻ്റെ വ്ലോഗുകളിലൂടെ അനു വിശേഷങ്ങൾ ആരാധകരുമായി പങ്കിടാറുണ്ട്. തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പം വീഡിയോ ആയിരുന്നു ഒടുവിലായി പങ്കുവച്ചത്. സ്റ്റാർ മാജിക്കിലും ടമാർ പെടാറിൽ വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ പോയതോടെ അത് മാറി എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത്. ഞാൻ നന്നായിട്ട് തന്നെയാണ് ഷോയിൽ നിന്നത്. നിങ്ങൾ വഴക്കുണ്ടാക്കണം കേട്ടോ, അത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഞങ്ങളോട് പറഞ്ഞിരുന്നു. കരഞ്ഞതെല്ലാം റിയലായിട്ട് തന്നെയാണ്. പെട്ടെന്ന് സങ്കടം വരും. കാര്യത്തിൽ നിന്ന് മോശമാണെന്ന് കരുതുന്നവനാണ് അതും പറഞ്ഞ് എന്നെ വിമർശിച്ചത് എന്നായിരുന്നു അനുവിൻ്റെ മറുപടി. PR-നെ കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നു, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചെന്ന ഉടനെ തന്നെ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ഓപ്പണായി പറഞ്ഞ് സത്യസന്ധമായി നിന്നതാണ് ഇപ്പോൾ പ്രശ്നമായത്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. അതിനെ ആ ഒരു പാടി ഞാനിപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞു. എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിനിമ എന്ന മോഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ. നടൻ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും നായകന്മാരായി എത്തുന്ന സിനിമയിലാണ് അനുമോൾ അവസരം ലഭിച്ചിരിക്കുന്നത്. തന്നെ തരം താഴ്ത്തിയവർക്കെല്ലാം ഒരു മറുപടി തന്നെയാണ് അനുമോൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിൽ മാത്രമാണ് അനുമോൾക്ക് അവസരം ലഭിച്ചതെന്നും അനുമോൾ യാഥാർത്ഥ്യത്തിൽ ഒരു നടിയൊന്നുമല്ല എന്നൊക്കെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ചിലരെല്ലാം പറഞ്ഞിരുന്നത്. അവർക്കെല്ലാമുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അനുമോളുടെ ഇപ്പോഴത്തെ സിനിമ പ്രവേശനം. ഒരുപാട് വിമർശനങ്ങളായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എത്തിയതോടെ അനുമോൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സുഹൃത്തായി കൂടെ കൂടിയവർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനുമോളെ ചതിച്ചത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അനുമോൾ അധികം ആരുമായി കൂട്ടില്ല. പുറത്ത് അനുമോളുടെ ഈ ഷോയിൽ നിരവധി ആരാധകരാണ് അനുമോൾക്ക് ആശംസകൾ നേരിടുന്നത്. ഇനിയും ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കട്ടെ. അനുമോൾക്ക് അനുമോളോടൊപ്പം എന്നും ദൈവം കൂടെയുണ്ട് എന്നൊക്കെ ആരാധകരുടെ കമൻസുകളാണ് ഇപ്പോൾ വരുന്നത്. അനുമോൾ കള്ളിയാണെന്നും PR-ലൂടെയാണ് സ്വന്തമാക്കിയ വിജയമാണെന്നും വിമർശനങ്ങളും ഇടയിലാണ് അനുമോൾ ഇപ്പോൾ ഈ സൗഭാഗ്യം സ്വന്തമാക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിക്ക് കണ്ടന്റ് കൊടുത്തും ടാസ്കുകളും ഗെയിമുകളും എല്ലാം മാക്സിമം എഫേർട്ട് തന്നതും അനുമോൾ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ നിന്നും ഇത്ര പൈസയും കാറും എല്ലാം കിട്ടി. പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനത്തിന് പോവുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും. ആൾ അങ്ങനെയാണ്, കഠിനാധ്വാനിയാണ്. ഇതുവരെയും മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. കാശിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല, സർവൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അനുമോളെ അടുത്തറിയുന്നവർക്കറിയാം ആ കുട്ടി എങ്ങനെയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ അനുമോളോടൊപ്പം എന്നും ദൈവം കൂടെ ഉണ്ടാകും. ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനും ഒരുപാട് ഉയരങ്ങളിൽ എത്താനും സാധിക്കട്ടെ എന്നുമാണ് അനുമോളുടെ ആരാധകർ താരത്തെ ആശംസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.